എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഇന്ന് നമ്മുടെ എല്ലാ ശനിയാഴ്ചയും ഉള്ള ലോകഹിതം മമ കരണീയം എന്ന സത്സംഗത്തിന്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. നമ്മളുടെ ഡോക്ടർ കൃഷ്ണ നമ്പൂതിരിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വിഷയം സ്വാസ്ഥ്യ സംരക്ഷണത്തിൽ, അതായത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ, ഭക്തി, വിശ്വാസങ്ങളുടെ പ്രാധാന്യം. ആ വിഷയം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് എന്താണ് ഈ പരമശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യനായിട്ടുള്ള വേദാന്ത പണ്ഡിതനായിട്ടുള്ള ആയുർവേദ ഡോക്ടറായിട്ടുള്ള മനുഷ്യസ്നേഹിയായിട്ടുള്ള അക്ഷരശ്ലോകങ്ങൾ കൊണ്ട് മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ ഡോക്ടർ നമുക്ക് എന്ത് വിഭവമാണ് തരാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മളുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാകും. നമ്മളുടെ ആ പ്രതീക്ഷ അനുസരിച്ച് നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുന്നതിന് വിനീതമായി അപേക്ഷിക്കുന്നു. ഹരി ഓം. സംഘം ചക്രം ജളൂകാം ദധതമൃതകുംഭം ചതുർഭിശ്ചതുർഭിഃ സൂക്ഷ്മസ്വച്ഛാദിഹൃദ്യം സുഖപരിവിലസന്മൗലിമംഭോജനേത്രം കാളാംഭോദോജ്വലാംഗം കടിതടവിലസച്ചാരുപീതാംബരാഢ്യം വന്ദേ ധന്വന്തരിം തം നിഖിലഗതവന പ്രൗഢദാവാഗ്നിവീരം ചതുർമുഖസമാരംഭാം വാഗ്ഭടാചാര്യമധ്യമാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാഗാതിരോഗാൻ സതതാനുഷക്താനശേഷകായ പ്രസൃതാനശേഷാൻ ഔത്സുക്യമോഹാരദിദാഞ്ജധാന യോ വൈദ്യായ നമോസ്തു തസ്മൈ. ഷജാം സാധുവൃത്താനാം ഭദ്രമാഗമശാലിനാം അഭ്യസ്തകർമ്മണാം ഭദ്രം ഭദ്രം ഭദ്രാഭിലാഷിണാം വംശീവിഭൂഷിതകരാൻ നവനീരദാഭാൻ പീതാംബരാതരുണബിംബഫലാധരോഷ്ടാ സുന്ദരമുഖാത് അരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വം അഹം ന ജാനേ. കൃഷ്ണാത് പരം കിമപി തത്വം അഹം ന ജാനേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. സഹനാവവതു. നമ്മൾ രണ്ടുപേർക്കും ഒരുമിച്ച് ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ, രക്ഷിക്കട്ടെ. ഈ ഈശ്വര തത്വം, ജഗന്നേന്താവായിട്ടുള്ള ഭഗവാന്റെ തത്വം നമുക്ക് അനുഭവമാകട്ടെ. ആ സഹനവും ഭുനക്തു നമുക്ക് അനുഭവം വരണം. ഏത് വസ്തുവും അപ്പം അത് നമുക്ക് അനുഭവം വരട്ടെ. അനുഭവം വരണമെങ്കിൽ ഒരു പ്രവൃത്തി വേണം, ഒരു കർമ്മം വേണം. അനുഭവം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് അനുഭവിക്കുക.
ഒരു പ്രവൃത്തിയാണ്, ഒരു കർമ്മമാണ്. അതിനും കർമ്മം വേണം. അപ്പം സഹവീര്യം കരവാവഹേ, അങ്ങനെ നമ്മൾ തേജസ്വികളായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള സ്പർദ്ധ, വിദ്വേഷം, മതം, മാത്സര്യം ഇവയൊന്നുമില്ലാതെ നമുക്ക് ഒന്നിച്ച് വർത്തിക്കാറാവട്ടെ. ആദി ദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ സൗഖ്യങ്ങളും ശാന്തിയും നമുക്ക് ആ ജഗന്യന്താവ് തരട്ടെ എന്നുള്ള പ്രാർത്ഥന. അതോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം. സ്വാസ്ഥ്യ സംരക്ഷണം, സ്വസ്ഥനായിട്ട് ഇരിക്കാൻ പറ്റുക, പിന്നെ എല്ലാ ബുദ്ധിമുട്ടുകളെയും നമുക്ക് അകറ്റാൻ സാധിക്കുക, പ്രതിരോധിക്കാൻ സാധിക്കുക. അതിലേക്ക് ശ്രദ്ധ, ഭക്തി, വിശ്വാസം ഇത്യാദികളുടെ ഒരു സ്വാധീനം, പ്രാധാന്യം എന്താണ് എന്ന് ചിന്തിക്കലുമാണ് നമുക്കിന്ന് ചെയ്യേണ്ടത്. ലോകഹിതം മമ കരണീയം എന്ന ഈ സത്സംഗ ശനിയാഴ്ചത്തെ കൂട്ടായ്മയിലെ മൂന്നാമത്തെ സെഷനാണ് ഇന്ന് നടക്കുന്നത്. അപ്പം സ്വസ്ഥനാര്, പ്രതിരോധം ദുഷ്ട ചിന്തകളെയും ദുഷ്ടവാസനകളെയും നമുക്ക് ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും കാരണമായ എല്ലാത്തിനെയും എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, ഇതാണ് ആദ്യത്തെ ചിന്ത. മംഗളത്തോടെ ഇരിക്കുക. നമ്മളൊക്കെ സ്വസ്തി എന്ന് പറയാറുണ്ട്. മംഗളത്തോടെ ഇരിക്കുക. സു അസ്തി സ്വസ്തി, അങ്ങനെയാണല്ലോ. സ്വസ്ഥനും ഒക്കെ വന്നിരിക്കുന്നത് അവിടെ നിന്നാണല്ലോ. അപ്പം സു അസ്തി സ്വസ്തി, സുഷ്ടുവായിട്ട് ഇരിക്കുക, സ്വസ്തി. സ്വ എന്നുള്ള വാക്കിന് നിരുക്തത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും സൂര്യൻ അല്ലെങ്കിൽ ആദിത്യൻ എന്നുള്ളൊരു അർത്ഥം. അതുപോലെ തന്നെ സ്വ എന്നുള്ളതിന് ആകാശം, ദ്യോവ് എന്നൊക്കെ അർത്ഥം. സുഗമമായി ഗമിക്കാൻ സഹായിക്കുന്നത് സുസ്ഥഃ, സ്വസ്ഥഃ, സു അരണഃ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. സു ഈരണഃ, തമസിനെ ഇല്ലാണ്ടാക്കുന്നത് സൂര്യൻ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും മംഗളത്തോടെ ഇരിക്കാൻ പറ്റുക. അങ്ങനെ മംഗളത്തോടെ ഇരിക്കണമെങ്കിൽ ആയുർവേദ വിധിപ്രകാരം സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മ ഇന്ദ്രിയ മന സ്വസ്ഥ ഇത്യഭിധീയത്തെ. ഈ 7 ഫാക്ടേഴ്സ്, ഈ 7 കാര്യങ്ങള് നമുക്ക് എപ്പോഴും സമാവസ്ഥയിലിരിക്കണം. അപ്പം യോഗയുടെ ചില ലക്ഷണങ്ങൾ പറയുമ്പോൾ ഭഗവത്ഗീതയിലൊക്കെ കേൾക്കാം. എന്താ യോഗമത്വം ഉച്യത്തെ. അപ്പം ബാലൻസ്, ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് സദാ നടന്നുകൊണ്ടിരിക്കണം, ചെയ്തുകൊണ്ടിരിക്കണം, ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അല്പം വ്യത്യാസം വന്നാൽ മതി. സോഡിയത്തിലൊക്കെ 140 സോഡിയം, 130 എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. 140-നും 130-നും 140-നും ഇടയ്ക്കൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇതൊക്കെ ഹാർട്ടിന്റെ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്.
ഇവയുടെയൊക്കെ അല്പസ്വല്പം വ്യത്യാസം പോലും 4.5 മുതൽ 5.5 വരെ പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ട് നീങ്ങു പോകും, മരണപ്പെട്ടു പോകും. അപ്പം സദാ ഈ എല്ലാ വസ്തുക്കളുടെയും സമത്വം, ബാലൻസ് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികം കുറച്ച് ഉപ്പ് കഴിച്ചു എന്ന് വെച്ചിട്ട് സോഡിയം കൂടി പോകുന്നൊന്നുമില്ല, അത് മൂത്രത്തിൽ കൂടെ ശോധന ചെയ്ത് പോവുകയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒക്കെ തന്നെ ഈ സമത്വം ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കണ്ടെത്തൽ നമ്മുടെ ഋഷിമാര് വളരെ പണ്ട് തന്നെ കണ്ടെത്തിയിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ ആ സമത്വം ഏതിലൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ആദ്യം പറയും ശരീരം. ശരീരം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചു, വാട്ട് വി ആർ ഈറ്റ്. നമ്മൾ കഴിക്കുന്നതാണ് ആഹാരം. ആ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ശരീരം. അപ്പം നമ്മുടെ ശരീരം ഉണ്ടായത് ആഹാരത്തിൽ നിന്നാണ്. ശരീരം ഉണ്ടായത് ആഹാരത്തിൽ നിന്നാണ്. ശരീരം പഞ്ചമഹാഭൂതങ്ങളാണ്. ആഹാരവും പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. പൃഥിവി, അപ്, തേജോ, വായു, ആകാശം, എർത്ത്, വാട്ടർ, ഫയർ, എയർ ആൻഡ് സ്പേസ് എന്ന് പറയുന്ന 5 കൂട്ടങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം. അപ്പൊ പഞ്ചമഹാഭൂതങ്ങൾ തന്നെയാണ് ആഹാരവും, പഞ്ചമഹാഭൂതങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരവും. ഈ പഞ്ചഭൂത നിർമ്മിതമായ ആഹാരം ശരീരമായി മാറുന്ന പ്രോസസ്സിനാണ് മെറ്റബോളിസം എന്നൊക്കെ പറയുന്നത്. ഈ മെറ്റബോളിസത്തിന്റെ നിയന്താവ് വൈശ്വാനരനാണ്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത എന്നൊക്കെ നമുക്ക് ഗീതയിൽ കാണാം. അപ്പൊ വൈശ്വാനര ശബ്ദത്തിന് എന്താ അർത്ഥം? വിശ്വാൻ നരാൻ നയതി. എല്ലാ നരന്മാരെയും ഈ ലോകത്ത് നിന്ന് മറ്റു ലോകത്തേക്ക് നയിക്കുന്നതാണ് വൈശ്വാനരൻ. അഗ്നി എന്നർത്ഥം. ഈ അഗ്നി മെറ്റബോളിസം എന്നുള്ള ആസ്പെക്റ്റിൽ അഗ്നി എന്നർത്ഥം. അതായത് എൻസൈംസും 100 കണക്കിന് കെമിക്കൽസ് ആഹാരവുമായി സംയോജിച്ചിട്ടാണ് ആഹാരം നമ്മുടെ ശരീരമായി മാറുന്നത്. അങ്ങനെ ഈ വൈശ്വാനരനെ, ഈ എല്ലാ വസ്തുക്കളെയും നയിക്കുന്ന വൈശ്വാനരനെ, വൈശ്വാനരൻ എന്നുള്ളതിനെ ഇവിടെ സൂചിപ്പിച്ചു അർത്ഥം വിശ്വാൻ നരാൻ നയതി. അപ്പം ഈ ലോകത്തിൽ നിന്നും അന്യലോകങ്ങളിലോട്ട് നമ്മെ നയിക്കുന്ന ഒരു അത്ഭുത ശക്തിയാണ്, ശക്തി വിശേഷമാണ് അഗ്നി അല്ലെങ്കിൽ വൈശ്വാനരൻ. അപ്പോൾ വൈശ്വാനരന്റെ ബാലൻസ് ആണ് ഏറ്റവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാവസ്ഥയാണ് ഏറ്റവും ആരോഗ്യത്തിന് പ്രധാനം, സ്വാസ്ഥ്യമായ അവസ്ഥയ്ക്ക് പ്രധാനം, സ്വാസ്ഥ്യത്തിന് പ്രധാനം എന്നർത്ഥം. അപ്പൊ ആദ്യം നമ്മുടെ ശരീരത്തിന്റെ കമ്പോണൻസ് ഇവിടെ സൂചിപ്പിച്ചു, പഞ്ചമഹാഭൂതങ്ങൾ. അത് ആയുർവേദത്തില് പറയുന്നത് 3 ദോഷങ്ങളെയാണ്. അതായത് വാദം, പിത്തം, കഫം എന്ന് പറയും. വാദം എന്ന് പറയുന്നത് എല്ലാ സർക്കുലേഷനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഓട്ടം, രക്തചംക്രമണം എന്ന് വിചാരിച്ചോളൂ. പിന്നെ നമ്മുടെ ശരീരത്തിൽ പിത്തം, അതായത് അഗ്നി, അതായത് ഈ മെറ്റബോളിസത്തിന്റെ ഓണർ, മെറ്റബോളിസം എന്ന പ്രോസസ്സിന്റെ ഓണർ. 3ാമത് കഫം, നമ്മളുടെ ഇന്നത്തെ ഒരു ചിന്താവിഷയം കൂടെയാണ്. ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് കഫം എന്ന് പറയുന്ന തത്വം. ഇവയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇവയൊക്കെ ഇലക്ട്രിസിറ്റി പോലെയാണ്. ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ വാതപിത്ത കഫങ്ങൾ. അത് ഫങ്ഷണലാണ്, നോട്ട് സ്ട്രക്ചറൽ. സ്ട്രക്ചർ അല്ല എന്നർത്ഥം. അപ്പം ഫങ്ഷനാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാം. അപ്പൊ വാതപിത്ത കഫങ്ങളുടെ ബാലൻസ്, പിന്നെ അഗ്നിയുടെ, ഇവിടെ പറഞ്ഞ വൈശ്വാനരന്റെ, നമ്മുടെ മെറ്റബോളിസത്തിന്റെ ബാലൻസ്, പിന്നെ നമ്മളുടെ ധാതുക്കള്, ശരീരത്തിലെ 7 ധാതുക്കള്, നമ്മുടെ ശരീരത്തിനെ ധരിക്കുന്നത് ആയിട്ടുള്ള 7 ധാതുക്കളുണ്ട്. അവകൾ എന്ന് പറയുന്നത്
രസാസം മാംസമേതോ അസ്ഥി മജ്ജ ശുക്ലാണി ധാതവ എന്ന് പറയും. അതായത് പ്ലാസ്മ എന്ന് ഇംഗ്ലീഷിൽ പറയാം, പിന്നെ രക്തം എന്ന് പറയാം. അപ്പം പ്ലാസ്മ, ബ്ലഡ്, മസിൽ, മേധസ്, അസ്ഥി, മജ്ജ, സെക്ഷൽ ഓർഗൻ അല്ലെങ്കിൽ പിന്നെ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ധാതു എന്നിങ്ങനെ 7 ധാതുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതായത് മലം, മൂത്രം, അതുപോലെ തന്നെ സ്വേദം. ശരീരത്തില് ഏറ്റവും വലിയ ഓർഗനാണ്. സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. അപ്പം ശരീരത്തിന്റെ പ്രതിരോധ ശക്തിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ തൊലി. അപ്പം തൊലി ആണ് ശരീരത്തിന്റെ ഏറ്റവും വലിയ ഓർഗന്. അതിന്റെ സുസ്ഥിരതയാണ്, അല്ലെങ്കിൽ സുസ്ഥിരത ആരോഗ്യത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. 21 ദിവസത്തിനുള്ളിൽ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ഓരോ സ്കിൻ സെൽസും പോയി തിരിച്ചു വേറെ വരും. അപ്പം പ്രായമാവുമ്പോഴോ അത്ര തന്നെ 21 ദിവസത്തിൽ തന്നെ പോയിക്കൊള്ളുന്നില്ല, അത് 30 ദിവസമാവും. അതുകൊണ്ടാണ് നമ്മുടെ ത്വക്കൊക്കെ ചുറ്റി ചുളിയുന്നത്. അതുപോലെ തന്നെ സോറിയാസിസ് പോലെ രോഗങ്ങളിൽ അവ നേരത്തെ പോകും. അതായത് 1 ദിവസം കൊണ്ടും 1/2 ദിവസം കൊണ്ടും 1 മണിക്കൂർ കൊണ്ടും ഒക്കെ സ്കിൻ ഇളകിപ്പോകും. ഹീലിംഗ് ഓഫ് സ്കിൻ എന്ന് പറയുന്ന പ്രശ്നം. അപ്പൊ ഇവയിലൊക്കെ നമ്മൾ കാണുന്നത് സ്കിന്ന് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്, അവയവമാണ്, ശരീരത്തിലെ ഏറ്റവും വലുതുമാണ്. പിന്നെയോ ഇന്ദ്രിയങ്ങളുടെ ബാലൻസ്, പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സെൻസ് ഓർഗൻസും മോട്ടൈൽ ഓർഗൻസും ഇവയുടെയൊക്കെ ബാലൻസ് ആണ് ആരോഗ്യം. അപ്പൊ സമധാതു മലക്രിയ എക്സ്ക്രീറ്ററി സിസ്റ്റം, പ്രസന്ന ആത്മ ഇന്ദ്രിയ മന, പ്രസന്നമായിരിക്കുന്ന നമ്മളുടെ മനസ്സ്, അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ വിഷയത്തിലോട്ട് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ കൂടെയാണ്, ഈ ഒരു പോയിന്റിൽ കൂടെയാണ്. അപ്പൊ ഇതാണ് സ്വസ്ഥന്റെ അവസ്ഥ. പിന്നെ പ്രസന്ന ആത്മ ഇന്ദ്രിയ മന, ആത്മാവിന്റെ, നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ ബാലൻസ്, സമാവസ്ഥ, ഇതൊക്കെയാണ് ശരീരത്തിലെ ആരോഗ്യം ഉണ്ടാവാൻ സഹായിക്കുന്ന 7 ഫാക്ടേഴ്സ്. പിന്നെ എന്താണ് രണ്ടാമത്തെ പോയിന്റ്? അപ്പൊ ഇതാണ് സ്വസ്ഥന്റെ അവസ്ഥ. ഈ 7ഉം ഒരുപോലെ ഇരുന്നു കഴിഞ്ഞാൽ സ്വസ്ഥനായി. അത് സ്വസ്ഥനാവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, പണ്ടൊരു കഥയുണ്ട്. ഒരു അഷ്ടമാരുടെ ഒരു കുടുംബത്തില് ഒരാള് എല്ലാ ദിവസവും, ആ വൈദ്യൻ എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഗുരുകുലത്തിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാക്ക വന്ന് കരയുമായിരുന്നു അത്രേ. ആ കാക്കയുടെ ശബ്ദം കോരുക്കെന്നാണ്. ആ കോരുക്കെന്നുള്ളതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായില്ല. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ അർത്ഥം മനസ്സിലാക്കി. എന്തായി മനസ്സിലാക്കി? കഹ അരുക്, ആരാണ് രോഗമില്ലാത്തവൻ എന്നാണ് ഈ കാക്ക ചോദിച്ചുകൊണ്ടിരുന്നത്. ആ കാക്ക ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആ വൈദ്യൻ, ആ മഹാവൈദ്യൻ ഉത്തരം പറഞ്ഞു. എന്താണ്? കാലേഹിതമിത ഭോജി ഹൃദചംക്രമണക്രമേണ വാമശയ അവിധൃതമൂത്രപുരീഷി സ്ത്രീഷു യഥാത്മാസയോ നരസോരു. കാലേഹിതമിത ഭോജി, സമയാസമയങ്ങളില് ആഹാരം ഹിതവും മിതവുമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഹൃദചംക്രമണ, അത് കഴിഞ്ഞ് അല്പം നടക്കണം. ക്രമേണ വാമശയ, ലെഫ്റ്റ് തിരിഞ്ഞ് കിടക്കണം. റൈറ്റില് ലിവറുണ്ട്, ലെഫ്റ്റ് തിരിഞ്ഞ് കിടക്കണം. കൃതം ക്രമേണ വാമശയ അവിധൃത മൂത്രപുരീഷി സ്ത്രീഷു യഥാത്മാസ യോ നരസോരു. അവിധൃത മൂത്രപുരീഷി, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, മൂത്രമൊഴിച്ചും മോരൊഴിക്കാതെ ഊണ് കഴിക്കണം. മൂത്രമൊഴിച്ചും, അതായത് മൂത്രശങ്ക ഉണ്ടായിരിക്കുമ്പോൾ ഭക്ഷണം പോയി കഴിക്കരുത് എന്നർത്ഥം. മൂത്രശങ്കയൊക്കെ തീർത്ത് കാലും മുഖം കഴുകി കണ്ണൊക്കെ കഴുകി വേണം, ആചമിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. പിന്നെ അവിധൃത മൂത്രപുരീഷി, അതുപോലെ മലം പോവാനും ഒക്കെ പറ്റണം. മലമൊക്കെ പോയി വയറുമൊക്കെ ശുദ്ധമായതിനു ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ.
സ്ത്രീഷു യഥാത്മാസയോ നരസോരു. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലാവരുത് നമ്മളുടെ നിയന്ത്രണത്തിലാ വേണം നമുക്ക് ജീവിതം നയിക്കാൻ. നമ്മൾ നിയന്ത്രണത്തിലായിരിക്കണം ഇന്ദ്രിയങ്ങൾ, അങ്ങനെ വേണം ജീവിക്കാൻ. അപ്പം കാലേഹിതമിത ഭോജീകൃതചംക്രമണക്രമേണ വാമശയ അവിധൃതമൂത്ര പുരീഷി സ്ത്രീഷു യഥാത്മാസയോ നരസോരു. അങ്ങനെ സ്വാസ്ഥ്യവും പ്രതിരോധത്തില് മറ്റൊരു പ്രധാനപ്പെട്ട അംശം എന്ന് പറയുന്നത് ഓജസ്സാണ്. അപ്പം ഓജസ്തു തേജോധാതൂനാം ശുക്ലാന്താനാം പരസ്പദം ഹൃദയസ്ഥമഭിവ്യാപി ദേഹസ്ഥിതി നിബന്ധനം ശുദ്ധം സോമാത്മകം ഈശം ലോഹിത പീതകം എന്നാശയ നിയതം നാശം യസ്മിൻ തിഷ്ടതി എന്നൊക്കെ നമുക്ക് അഷ്ടാംഗ ഹൃദയത്തിൽ കാണാൻ പറ്റും. എന്താണ് ഓജസ് എന്ന് പറഞ്ഞാൽ? ഓജസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തില് ആഹാരം ശരീരമായി മാറുമെന്ന് പറഞ്ഞു. ഈ ശരീരത്തിന്റെ എല്ലാ ധാതുക്കളുടെയും ക്വിൻറ്റെസൻസ് ആണ്. അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ അതിന്റെ എസൻസ് ആണ് ഓജസ് എന്ന് പറയുന്നത്. ഓജസ്സും തേജസ്സും അല്ലെ, ഓജസ്സും തേജസ്സും വേണം എന്ന് പറയും. ഓജസ്സും തേജസ്സും എങ്ങനെ ഉണ്ടാവുക? ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ശുദ്ധമാവണം. അപ്പൊ ശുദ്ധമാവുക എന്ന് പറയുന്ന പ്യൂരിഫൈഡ് ആണ്. ഇപ്പൊ ശുദ്ധമായ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന ഓറ, അതാണ് ഓജസ്. ആ ഓജസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള മാർഗങ്ങളാണ് ആയുർവേദത്തിൽ അനവധി പറയുന്നത്. ഓജസ് സ്രോതസ്സിന്റെ ശുദ്ധി കൊണ്ടാണ് ഉണ്ടാവുക. സ്രോതസ്സുകളാണ്, ശരീരം മുഴുവൻ സ്രോതോമയമാണ്. സ്രോതസ്സുകളുടെ ശുദ്ധിയാണ് ഓജസ് ഉണ്ടാവാൻ കാരണമാകുന്നത്. അങ്ങനെ ശരീര മനോ ബുദ്ധ്യാദികളുടെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുതമായ ഫിനോമിനയാണ്, പ്രതിഭാസമാണ് എന്ത്? ഓജസ്. ആ ഓജസ് സകല രോഗങ്ങളെയും, സകല രോഗ ആദിഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായ സകല ദുഃഖങ്ങളെയും താപത്രയങ്ങളെയും മാറ്റാൻ ഓജസ്സിന് ശക്തിയുണ്ട്. ഓജസ്സിനെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അത് തന്നെ ഒരു സെഷൻ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓജസ് അവിടെ നിൽക്കട്ടെ. അപ്പം പ്രതിരോധ ശക്തി, നമ്മുടെ ഇമ്മ്യൂണിറ്റി, റെസിസ്റ്റൻസ് പവർ, ഇൻഹെറന്റ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇന്നർ ഹീലിംഗ് സിസ്റ്റം, അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇതുവഴി ശ്രദ്ധയാണ് അതിലേറ്റവും ആദ്യത്തെ പ്രതിപാദിക്കുന്നത്. ശ്രദ്ധ ഉണ്ടാവണം, നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം. ഏറ്റവും ആദ്യം പ്രതിപാദിക്കുന്നതും ശ്രദ്ധയാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവൻ മാത്രമേ രക്ഷപ്പെടൂ. അപ്പം ശ്രദ്ധ ധാതുവിൽ നിന്നാണ് ശ്രദ്ധ എന്നൊരു വാക്കുണ്ടായത്. ശ്രദ്ധ എന്ന് വെച്ചാൽ സത്യം. ഇപ്പൊ നമ്മൾ ഇന്ന് ഏകാദശിയാണ്, എല്ലാവരും ഏകാദശി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭഗവത് ചിന്തകളും ഭഗവത് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രദ്ധ അല്ലെങ്കിൽ ശ്രദ്ധ ധാതുവിന് എന്താണ് അർത്ഥം? ആ വ്രതം, വിശേഷണയുള്ള വ്രതം, സത്യം. ഇപ്പൊ ശ്രദ്ധ ധാതുവിന് സത്യം എന്നാണ് അർത്ഥം. വ്രതം, ശ്രദ്ധ, സത്യം, ഇതെല്ലാം നമുക്ക് വളരെ വിവച്ഛേദിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയങ്ങളാണ്. ഇപ്പൊ ശ്രദ്ധ ധാതുവിന്റെ അർത്ഥം സത്യം എന്നാണ്. ദുധാന്യ എന്ന് പറയുന്ന ഒരു പ്രത്യയം കൂടെ വെച്ചിട്ട് ധാരണ പോഷണയോഹോ എന്നുള്ള അർത്ഥമൊക്കെ ഈ ശ്രദ്ധയ്ക്ക് വരും. ധാരണ പോഷണയോഹോ, മനസ്സിലാക്കുക, അത് ചിന്തിച്ച് വർദ്ധിപ്പിച്ചെടുക്കുക, അതിനെ പോഷിപ്പിച്ചെടുക്കുക. ശ്രദ്ധധാനാത് ശ്രദ്ധാനാത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന് ഒരു വ്യാഖ്യാനം കൂടെ പറയുന്നുണ്ട്, ആസ്തിക്യ ബുദ്ധി. ഈ ശ്രദ്ധയിൽ കൂടി നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധി, അതിന് ആസ്തിക്യ ബുദ്ധി എന്ന് പറയും. അപ്പം ആസ്തിക്യ ബുദ്ധിയിൽ വന്ന് എത്തുന്നത് എവിടെയാണ്? ഭക്തിയിലാണ്. അപ്പം ഭക്തിയുണ്ടാകണം.
ഭക്തിയുണ്ടാകണം, ഭക്തിയൊഴിച്ചൊന്നും വേണ്ടനിക്ക് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാറാണ്. ആ ഭക്തിയുടെ മഹാത്മ്യം എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. നമുക്കറിയാം ഭക്തിയുടെ മഹാത്മ്യം. അപ്പൊ ഭക്തി കൊണ്ട് എന്താണ് ഈ ആരോഗ്യം ഉണ്ടാവുക? ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പം ഭക്തി കൊണ്ട് നമുക്ക് സമത്വം ഉണ്ടാവും. സമത്വം ഉണ്ടാവും. നമ്മളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവും ആധ്യാത്മികവും സാമൂഹികവുമായ എല്ലാ സമത്വവും ഭക്തി കൊണ്ട് നമുക്ക് കൈവരിക്കാൻ പറ്റും. ഇനി ഭക്തി ഉണ്ടായാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ രോഗങ്ങൾക്കും കാരണം നമ്മളുടെ പ്രതിരോധ ശക്തി ഇല്ലായികയാണ് എന്നിവിടെ സൂചിപ്പിച്ചു. പ്രതിരോധ ശക്തി കുറയാൻ എന്താണ് കാരണം? ഇൻഹറന്റ് ഇമ്മ്യൂൺ സിസ്റ്റം കുറയാൻ എന്താണ് കാരണം? ഓജസ് ഇല്ലാണ്ടാവുന്നു. അങ്ങനെ ഓജസ് ശരീരത്തിൽ ഇല്ലാണ്ടാവുമ്പോൾ ഇല്ലാണ്ടാവാനുള്ള കാരണം എന്താണ്? മുമ്പേ ഇവിടെ സൂചിപ്പിച്ചു, ശരീരത്തിൽ ശുദ്ധിയില്ല, സ്രോതസ്സുകളുടെ ശുദ്ധി ഇല്ലാണ്ടാവുന്നു. അപ്പൊ സ്രോതോശുദ്ധിക്ക് അശുദ്ധിക്ക്, സ്രോതസ്സുകളുടെ അശുദ്ധിക്ക് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആമം അല്ലെങ്കിൽ ടോക്സിൻസ്. അതായത് വിവിധ തരത്തിലുള്ള മാലിന്യങ്ങളാണ് സ്രോതസ്സുകളെ നശിപ്പിക്കുന്നത്, ഓജസ്സിനെ നശിപ്പിക്കുന്നത്. എവിടുന്നാണ് ഈ ടോക്സിൻസ് അല്ലെങ്കിൽ ആമം ഉണ്ടാവുന്നത്? ടോക്സിൻസ് ഉണ്ടാവുന്നത് ആഹാരത്തിൽ നിന്നും, വായുവിൽ നിന്നും, വെള്ളത്തിൽ നിന്നും, അതുപോലെ തന്നെ ദുർജന സംസർഗത്തിൽ നിന്നും ഒക്കെയാണ് നമുക്ക് ടോക്സിൻസ് ഉണ്ടാവുന്നത്. ഈ ടോക്സിൻസ് ഉണ്ടായി എന്ത് ചെയ്യും? സ്രോതസ്സിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധിയെ ഇല്ലാണ്ടാക്കും. നമുക്ക് ഉദാഹരണം അറിയാം. നമുക്ക് സ്ട്രെസ്, ടെൻഷൻ, ഈ സത്സംഗങ്ങളിൽ കൂടി നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? നമ്മുടെ ശരീരം ശാന്തമാവും, ശാന്തി നമുക്ക് കിട്ടും, ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തും, നമ്മളുടെ മനസ്സ് ബാലൻസ്ഡ് ആവും. ഇതല്ലാണ്ടാവുന്ന അവസ്ഥയാണ് എന്ത്? ടോക്സിൻസ് ഉണ്ടാവുന്ന അവസ്ഥയാണ് എന്ത്? സ്ട്രെസ്. അപ്പം പിരിമുറുക്കം, പലതരത്തിലുള്ള പിരിമുറുക്കം കൊണ്ട് നമ്മുടെ ശരീരം സങ്കോചിക്കും, രക്തക്കൊഴലുകൾ സങ്കോചിക്കും, നമുക്ക് ആവശ്യത്തിന് ഉള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ, പ്രാണൻ ശരീരത്തിൽ എത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ 10 ഗ്ലാൻഡുകളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ എന്ന് പറയുന്ന 3 ഗ്ലാൻഡുകൾ, ട്രയാഡ് എന്ന് പറയും. ഈ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും അഡ്രിനൽ ഗ്ലാൻഡും ഹൈപ്പർ ഫങ്ഷൻ ആവും, ഹൈപ്പർ ആക്ടിവിറ്റി സംഭവിക്കും. അങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി സംഭവിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും കൂടുതലായിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവും, അമിതമായ കെമിക്കൽസ് ഉണ്ടാവും. ടൂ മച്ച് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. എനിത്തിങ് ടൂ മച്ച്, നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് എന്ത് വന്നാലും അത് ഇറ്റ് വിൽ ബിക്കം ടോക്സിൻ. അപ്പം അത് ടോക്സിൻസ് ആയിട്ട്, ആമമായിട്ട്, മാലിന്യങ്ങളായിട്ട് രൂപാന്തരപ്പെടും. ഇവ നമുക്ക് പല രോഗത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാക്കും. അതായത് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ് എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് ഈ ടോക്സിൻസ് മാറും, ടോക്സിൻസ് ഉണ്ടാക്കും. ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ ഗ്ലാൻഡുകളെ ശാന്തമാക്കി വെക്കാൻ ഭക്തി സഹായിക്കും. അപ്പം ഭക്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ശരീരത്തിന്റെ ആന്തര അവയവങ്ങള് വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല കേട്ടോ, കോംപ്ലക്സ് ആണെന്നേ ഉള്ളൂ. ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം. കോംപ്ലക്സ് ആണ് അത്. അപ്പൊ ആ സങ്കീർണമായ ആ സിസ്റ്റത്തിനെ വളരെ 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 ലളിതമാക്കി വെക്കാൻ സഹായിക്കുന്നതാണ് ഭക്തി. ഏറ്റവും സിമ്പിൾ ഫോമാണ്. അതൊന്നും ഞാൻ ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മറ്റ് യോഗങ്ങള്, സാഖ്യയോഗം അല്ലെങ്കിൽ മറ്റൊരു യോഗശാസ്ത്രം, ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഭക്തി യോഗം വളരെ 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 സിമ്പിളാണ്. എല്ലാവർക്കും അത് പ്രയോജനപ്പെടുത്താനും ഉപയോഗിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ഭക്തിയോഗം. ആ ഭക്തിയോഗത്തിൽ ഒന്നേ ആവശ്യമുള്ളൂ, എന്ത്? മനസ്സ് നമ്മൾ അർപ്പിക്കണം. നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും നമ്മളുടെ ഇന്ദ്രിയങ്ങളും ഈ മുമ്പേ പറഞ്ഞ എല്ലാം ഭഗവാനിൽ അർപ്പിക്കാൻ
നമുക്ക് സാധിക്കണം. കണ്ണന്റെ പുണ്യ നാമവർണ്ണങ്ങൾ കർണത്തീരെന്നു കേൾക്കും ഞാൻ എന്ന് നമുക്ക് എല്ലാ ദിവസവും ചിന്തിക്കാൻ പറ്റും. ഭഗവാന്റെ കഥകള് നമ്മളുടെ ഇന്ദ്രിയങ്ങള് അല്ലെങ്കിൽ നമ്മളുടെ കർണത്തില് വന്ന് എത്തിച്ചേരണമേ എന്നുള്ള പ്രാർത്ഥന ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. കർണത്തിൽ കേട്ടു കോൾമയിൽ കൊണ്ടു കണ്ണീരെന്നു മുങ്ങും ഞാൻ. കണ്ണീരിൽ മുങ്ങി ശുദ്ധനായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ. തന്നെത്താൻ പാടി മോദത്താൽ മണ്ണും വിണ്ണും എന്നു മറക്കും ഞാൻ. മണ്ണും വിണ്ണും മറന്നു ഭക്തി സമ്പൂർണനായി എന്നു തുള്ളും ഞാൻ. തുള്ളിക്കാളിച്ചൻ സംസാര കാള കള്ളികൾ എന്നു മായ്ക്കും ഞാൻ. വും കാഴിഞ്ഞമ്മാതൻ മാടി തട്ടിയിലെന്നു വീഴും ഞാൻ. ഇങ്ങനെ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും ഭഗവാന്റെ കഥകളുമായിട്ട് നമ്മളുടെ മനസ്സ് എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായിരിക്കും നമ്മളുടെ ശരീരത്തിന്റെ അവസ്ഥ, നമ്മളുടെ മനസ്സിന്റെ അവസ്ഥ, നമ്മളുടെ ബുദ്ധിയുടെ അവസ്ഥ? ഇതിലോട്ടൊക്കെ നമുക്ക് എത്തിച്ചേരാൻ ഭക്തി എന്ന് പറയുന്ന ഒരു വലിയ ടൂള് നമ്മളെ സഹായിക്കും. ഒരിക്കലും വിശ്വാസവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ശ്രദ്ധയാണ് പ്രധാനം. വിശ്വാസം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ മാത്രം അത് വേണ്ടത്ര മതിയാവില്ല. അപ്പൊ ശ്രദ്ധയാണ് വേണ്ടത്. അപ്പൊ ഭഗവാന്റെ കഥകളിലുള്ള നമ്മളുടെ സനാതന സംസ്കാരത്തിൽ നമ്മളെ ഋഷിമാർ പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെയുള്ള ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയട്ടെ. അങ്ങനെ ആ ശ്രദ്ധ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആരോഗ്യവും അതുവഴി ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുക എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ 45 മിനിറ്റോളമായി. 15 മിനിറ്റ് സമയം നമ്മൾ ചോദ്യോത്തര വേളയായിട്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാ സജ്ജനങ്ങളും ഭഗവാന്റെ കഥകളിലും ഭഗവത് സ്തോത്രങ്ങളിലും മനസ്സർപ്പിച്ച്, കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യൻ സാറ് പറഞ്ഞ പോലെ വിനയം എന്ന ആ ഒരു ഉപാധി വഴി അല്ലെങ്കിൽ വിനയത്തോടു കൂടി എല്ലാം സമർപ്പിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് നമുക്ക് സ്വസ്ഥരായി തീരുവാൻ, ആരോഗ്യവാന്മാരായി തീരുവാൻ, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചെടുക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലോട്ട് കടക്കാം. ഇവിടെ സൂചിപ്പിച്ച പോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ തന്നെ അറിയില്ല. അപ്പൊ നമ്മളെ അറിയണം. ഭക്തി കൊണ്ട് നമ്മളെ സാധിപ്പിക്കുന്നത് എന്താണ്? അവനവനെ അറിയലാണ് ഭക്തി കൊണ്ട് സാധിപ്പിക്കുക. ഭഗവാനിൽ സർവസ്വവും അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പൊസിഷൻ നമുക്ക് എന്താന്ന് ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഏത് വിഷയത്തിലും നമുക്ക് അതിൻ്റെതായ ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ എന്നെ പോലും എനിക്കു നേർവഴി നയിക്കാൻ ഒട്ടുമാകാത്ത ഞാൻ അന്യന്മാരെ നയിച്ചു നായക പദപ്രാപ്തിക്കു ദാഹിക്കയോ. കന്നത്തത്തിരുമുണ്ടു മഞ്ഞിലതിലെന്നോർക്കാതെ തുള്ളുന്നു ഞാൻ. എന്നെ തന്നെ മറന്നു കല്ലുകളെറിഞ്ഞൻ കാലൊടിക്കൂ വിധേ. എന്നെപ്പോലും എനിക്കു നേർവഴി നയിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണോ എനിക്ക് അന്യന്മാരെ നയിച്ചിട്ട് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. എന്ന് വെച്ചിട്ട്
സത്സംഗങ്ങളിൽ പങ്കെടുക്കേണ്ടെന്നോ അല്ലെങ്കിൽ സത്സംഗങ്ങൾ ചെയ്യേണ്ടെന്നോ അല്ല, വളരെ നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മളാൽ സാധിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാനും പറയാനും പറ്റണം. എന്താ മഹത്വ ലക്ഷണങ്ങളൊക്കെ പറയുമല്ലോ, വിപതി ധൈര്യം അതാഭ്യുദയേ ക്ഷമ സദസി വാക്പടുത. അപ്പം വാക്പടുത, അപ്പം ഹനുമാനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നാണല്ലോ പറയുക. എന്താ വാക്പടുത്വം ച ഹനുമസ്മരണാൽ ഭവേൽ ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമസ്മരണാൽ ഭവേൽ. അപ്പം ശ്രീരാമദൂതനായിരിക്കുന്ന, ശ്രീരാമ ഭക്തനായിരിക്കുന്ന ആ ഭക്തന്റെ ഒരു ഭക്തി, ഭക്തനോടുള്ള ഭക്തി, അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നാണ് പറയുക. ഭക്ത പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യരിതി മാം സ്മര ലോകനാഥ. ഭഗവാന്റെ ഭക്തന്റെ 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 ഭക്തനായിട്ട് എങ്കിലും ഗണിച്ചാൽ മതി എന്നാണ് ഭഗവാനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ഭക്തിയുടെ ഒരു പാരമ്യത്തിൽ ആ ഭക്തിയുടെ 9 വിവിധ തരത്തിലുള്ള സ്റ്റേജസിൽ കൂടി നമുക്ക് കടന്നു പോവേണ്ടതുണ്ട്. ഈ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ടതാണത്. ശ്രവണം, കീർത്തനം, വിഷ്ണോർഭജനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 സ്റ്റേജുകളിൽ കൂടി നമ്മൾ കടന്നു പോകണം. ആദ്യമായിട്ട് നമ്മൾ എന്താണ് വേണ്ടത്? ശ്രവണം. നമുക്ക് ഭഗവത് കഥകള്, കീർത്തനങ്ങള്, അതാണ് ഷഡ്പതി നമ്മൾ കേൾക്കുന്നുണ്ട്, ദക്ഷിണാമൂർത്തി സ്തോത്രം നമ്മൾ കേൾക്കുന്നുണ്ട്, ഭഗവത്ഗീത നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇത്തരം സ്തോത്രങ്ങളും ഭഗവത് മഹിമകളും ശ്രവണം ആദ്യമായിട്ട് നമുക്ക് കേൾക്കണം. നല്ല ലിസണറായി തീരാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല. ഇപ്പം ഫിലോസഫർ കൃഷ്ണമൂർത്തി അദ്ദേഹം പറയാറുള്ള പോലെ നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ എന്താ നമ്മളുടെ ശ്രദ്ധ മാറിപ്പോവും. ശ്രദ്ധ മാറിപ്പോകുന്നത് ആദ്യം എങ്ങനെയാണ് മാറിപ്പോവുക? നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും, പിന്നെ കമ്പയർ ചെയ്യും. അപ്പൊ ആദ്യം നമ്മളത് ക്രിട്ടിസൈസ് ചെയ്യും, കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് ക്രിട്ടിസൈസ് ചെയ്യും. പിന്നെന്താ നമ്മൾ ചെയ്യുക? കമ്പയർ ചെയ്യും. അന്ന് അവിടെ കേട്ടതും ഇതുമായിട്ടും അല്പം ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് നമ്മൾ കമ്പയർ ചെയ്യും. നമ്മൾ കേട്ടതിൽ മനനം ചെയ്യുകയല്ല നമ്മൾ ചെയ്യുക. അപ്പം ക്രിട്ടിസൈസ് ആയിട്ടും കമ്പയർ ചെയ്യായിട്ടും അതുപോലെ തന്നെ നമ്മളതിനെ വിമർശിച്ചിട്ടായിട്ടാണെങ്കിലും ഒക്കെ പലതരത്തിൽ കൂടി നമ്മൾ ഈ കേൾവിയെ നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ട്. അതുകൊണ്ട് അത് പാടില്ല. നമ്മൾ ബി പ്രസന്റ്. നമ്മൾ ഇപ്പം പ്രസന്റിൽ കേൾക്കുന്നത് ശ്രദ്ധിക്കുക, എനിക്കത് മനനം ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ശ്രവണത്തിന്റെ മാഹാത്മ്യം നമുക്ക് കിട്ടും. ശ്രവണം, കീർത്തനം, പിന്നെ നമ്മൾ കഴിയുന്നത്ര നമ്മളത് കീർത്തനം ചെയ്യുക. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ധാരാളം സമയമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഭാഷകൾ അറിയാം. ഇതൊന്നും കാര്യമില്ല. അത് ഈ ഭഗവത് വർണ്ണനകളെ അല്ലെങ്കിൽ ഭഗവത് മഹാത്മ്യങ്ങളെ നമുക്ക് വർണ്ണിക്കാൻ എന്ന് സാധിച്ചില്ലയോ അന്ന് നമ്മളുടെ ജീവിതത്തിന്റെ അവസാനം ആയി നമ്മൾ കരുതണം. നമുക്ക് സാധിക്കണം. കൂടുതൽ കൂടുതൽ വർദ്ധിത ശക്തിയോടെ, വർദ്ധിതമായ മനസ്സോടെ നമുക്ക് ഭഗവത് നാമങ്ങള് കീർത്തനം ചെയ്യാൻ പറ്റണം. ശ്രവണം, കീർത്തനം, വിഷ്ണോർഭജനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. നമുക്ക് എല്ലാം ഭഗവാനില് അർപ്പിക്കാൻ സാധിക്കണം. ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സറണ്ടർ, കംപ്ലീറ്റ് റിനൗൺസിയേഷൻ, പിന്നെ സറണ്ടർ. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാത്തിനെയും ഭൗതികമായ വസ്തുക്കളെ കുറേശ്ശെ ത്യജിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ത്യജിച്ച് റിനൗൺസിയേറ്റ് ചെയ്ത് ത്യാഗം ചെയ്തിട്ട് പിന്നെ ത്യാഗം ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിനെയും സമർപ്പിക്കാനും ഭഗവാനിൽ സമർപ്പിക്കാനും പറ്റണം. ആ സമർപ്പണ ബുദ്ധിയാണ് ഭൂധാതുവിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹോമം, എല്ലാവരും ഹോമം ചെയ്യും, ഹോമത്തിന്റെ അടുത്ത് പോയി ഇരിക്കും, ഹോമം ചെയ്യും, അഗ്നിഹോത്രം ചെയ്യും. എന്താണ് ഹോമത്തിന്റെ അർത്ഥം? ഭൂധാതുവിന് 3 അർത്ഥങ്ങളാണ്. ഭൂധാതുവിന് എടുക്കുക, വെക്കുക, പിന്നെ തിരിച്ച് എടുക്കുക. ദാനം, അദനം, ആദാനം എന്ന് പറയുന്ന 3 അർത്ഥങ്ങളാണ് ഭൂധാതുവിനുള്ളത്. നമ്മൾ
ഭഗവാൻ ഇത് അർപ്പിക്കുക, ഭഗവാൻ അത് സ്വീകരിക്കുക. പിന്നെ ഭഗവാൻ നമുക്ക് ആവശ്യത്തിന് നമുക്ക് വേണ്ടി നമുക്ക് തരിക. എന്താണ്? ഏതീനു മഞ്ഞനെ കുമ്പിടേണ്ടാത്തോരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. ചിത്രം നടിച്ചതും ചിത്രം തന്നെ. ഭഗവാൻ നമുക്ക് തരുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ ഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനോ ഹന്ത ഞാൻ വാതാലയേശനെ മുന്തിയ മട്ടിൽ പുകഴ്ത്തി മുന്നം അവശ്യമുള്ളപ്പോൾ കാക്കുവാനാവുന്ന ദൈവത്തെ വാഴ്ത്തിയോ ഞാനേ ധന്യൻ. നന്നു ഞാൻ ചൊന്ന വാക്കുകൾ അത്രയും ഗുരുവായൂരപ്പനിപ്പോൾ ഓർമ്മയില്ലെന്നുമാ കർമ്മഫലം മങ്ങളെല്ലാം തൂളച്ചിടുന്നു. നമുക്ക് ഭഗവാനില് ആ ഒരു ഭക്തി വളർന്നു വരുമ്പോൾ നമുക്ക് എല്ലാം സമർപ്പിക്കാനും ഭഗവാന്റെ അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയാനും ഓരോ പ്രഭാതവും നമുക്ക് ഭഗവാൻ സമ്മാനിക്കുമ്പോൾ അതിനെ തിരിച്ചറിയാനും സാധിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ എത്തിയ ഒരവസ്ഥയില് രോഗങ്ങളൊന്നും ഒരു കൽമഷവും ഒരു ദുഃഖവും നമ്മളെ ബാധിക്കില്ല എന്ന് ഭഗവാൻ ഭക്തന്മാര് തന്നെയാണ് സാക്ഷി. നമ്മളുടെ ചുറ്റും എത്രയോ ഭക്തന്മാരുണ്ട്, എത്രയോ ഭക്ത ശിരോമണിമാർ നമ്മുടെ ചുറ്റിനുമുണ്ട് അനുഗ്രഹിക്കാനായിട്ട്. നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം മാത്രമേ നമ്മൾ ഫേസ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണോ അത് പറയാൻ കാരണം? ആക്ച്വലി വി ആർ ഗവേൺഡ് ബൈ അൺസീൻ ഫോഴ്സസ്, നോട്ട് സീൻ ഫോഴ്സസ് എന്നൊക്കെ മഹാന്മാർ പറയും. നമുക്ക് കാണാവുന്ന ശക്തിവിശേഷങ്ങളൊക്കെ എത്രയോ ചെറുതാണ്. നമുക്ക് അറിഞ്ഞൂടാത്ത ശക്തിവിശേഷങ്ങൾ ആണ് വളരെ 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 99%. സുശ്രുതാചാര്യനൊക്കെ പറയും, പ്രത്യക്ഷം അല്പം, അനൽപ്പം അപ്രത്യക്ഷം. പ്രത്യക്ഷം അല്പം, നമുക്ക് കാണുന്നതും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മളൊക്കെ കാണാൻ പറ്റുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും വളരെ കുറച്ച് മാത്രം. അപ്രത്യക്ഷമാണ് കൂടുതൽ, അൺസീൻ ഫോഴ്സസ് ആണ് കൂടുതൽ. ഈ അൺസീൻ ഫോഴ്സസിനെ നമുക്ക് എങ്ങനെ നമ്മളുടെയൊക്കെ ഏതു തരത്തിലുള്ള ദുഃഖങ്ങളെയും മാറ്റുവാൻ സഹായത്തിന് നമ്മളുടെ ചുറ്റുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പൂർവികരായാലും നമ്മളുടെ ഗുരുക്കന്മാരാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ വളരെയധികം നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുന്നത്, നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്നത് മൂർത്തമായിട്ടല്ല, അമൂർത്തമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുരുക്കന്മാരൊക്കെ അങ്ങനെയാണ്, അമൂർത്തമായിട്ട് നമ്മളുടെ ചുറ്റും നിന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ നിലയിൽ എങ്കിലും എന്ന് തന്നെ പറയട്ടെ, ഈ നിലയിൽ നമുക്ക് ഒത്തുചേരാനും സത്സംഗം ചെയ്യാനും ഭഗവത് സ്മരണയുമായിട്ട് നമുക്ക് സാധിക്കാൻ സാധിക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. നമസ്കാരം ഡോക്ടർ. നമ്മളുടെ സമദോഷ സമാധിഷ്ഠ സമതാത്മലക്രിയ പ്രസന്നാത്മേന്ദ്രിയമന സ്വസ്ഥൈത്യവിധീയതേ എന്ന സുശ്രുത വചനത്തിൽ കൂടി പ്രഹ്ലാദന്റെ നവധാഭക്തിയിൽ കൂടി വളരെ ലളിതമായിട്ട് ലോകഹിതാനുസൃതമായി ഓരോ വ്യക്തിയും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ നിർദ്ദേശങ്ങൾ അത് വസ്തുനിഷ്ഠമായും ശാസ്ത്രീയമായും ലളിതമായും എവർക്കും മനസ്സിലാക്കാനും ആചരിക്കാനും കഴിയുന്ന രീതിയിൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട്
വളരെ അധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് നന്ദി, നമസ്കാരം.